അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഓരോ വ്യക്തിത്വങ്ങളെ എങ്ങനെ പറയാ എന്നുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെ ഉപയോഗപ്പെടുത്തുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എൻ്റെ കാർണോറെ മകൻ എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ എളാപ്പൻ്റെ മകൻ, മൂത്താപ്പൻ്റെ മകൻ എന്ന് പറയാം. അതെങ്ങനെ പറയാം? ഇബ്ന് അമ്മി എന്ന് പറയാം. ഇബ്ന് അമ്മി, ഇബ്ന് അമ്മത്തി. ഇബ്ന് അമ്മത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാൻ്റെ സഹോദരിയുടെ മകൻ. അവളെ മകളാണെങ്കിൽ ബിൻത്ത് എന്ന് ഉപയോഗിക്കുക. ബിൻത്ത് അമ്മി, ബിൻത്ത് അമ്മത്തി. അമ്മ എന്ന് പറയുന്ന വാപ്പാൻ്റെ സഹോദരക്ക്, അമ്മത്ത് എന്ന് പറഞ്ഞ വാപ്പാൻ്റെ സഹോദരി. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനെ പറയും? ഉമ്മു സൗജ് ഉഖ്തി. ഉമ്മു സൗജ് ഉഖ്തി. നമ്മൾ ഈ മലയാളത്തിൽ പറയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് അറബി പദം ഉപയോഗിക്കണം. നേരെ മലയാളത്തിൽ തന്നെ പറയുന്ന മാതിരി അറബി ഉപയോഗിച്ചാൽ വേറെ ഒരു സംബന്ധം ആയിപ്പോകും. അത് ഉദാഹരണത്തിന് നമ്മളിവിടെ പറയുന്നിടത്ത് സഹോദരിയുടെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന സ്ഥലത്ത് നമ്മൾ പറയാം ഉമ്മു സൗജു ഉഖ്തി എന്ന് പറയാം. അതേ സ്ഥാനത്ത് നമ്മൾ പറയാം സൗജു ഉഖ്തി ഉമ്മ എന്ന് പറഞ്ഞാൽ ആള് മാറി. അത് തന്നെ പറയണം. എൻ്റെ സഹോദരിയുടെ, ആ സഹോദരി എന്നുള്ള അവസാനത്തിൽ ഉപയോഗിക്കുക. ഭർത്താവിൻ്റെ ഉമ്മ, ഉമ്മു സൗജ് ഉഖ്തി. ഉഖ്തി എന്ന് പറഞ്ഞ സഹോദരി. ഉമ്മു സൗജ് ഉഖ്തി എന്നതുപോലെ ഉമ്മു സൗജ് തിരിച്ചും ഇതുപോലെ എല്ലാ ബന്ധങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അഹു സൗജത്തി, അഹു സൗജത്തി അളിയന് പറയാം. ഇബ്നു അഖി, ബിൻത്ത് അഖി സഹോദരങ്ങളുടെ മക്കൾ, മകൾ, മകള്, മകന്, എനിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് പറയുമ്പോൾ നേരെ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മലയാളത്തിൽ പറയുന്നതിൻ്റെ നേരെ വിരുദ്ധമായിട്ടാണ് അറബി പദങ്ങൾ ഉപയോഗിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.